മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നും സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായി കരുതുന്നില്ലെന്നും കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. കോടതി ഇടപെട്ടതിനാൽ കോടതി വിധി തന്നെയാകും അന്തിമമെന്നും വർഗീസ് ചക്കാലക്കൽ. ജനകീയ സമരങ്ങൾ കേരളത്തിൽ തോറ്റ ചരിത്രമില്ലെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. എറിയാട് പേബസാറിൽ തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതി നടത്തിവരുന്ന സായാഹ്ന ധർണയുടെ 1ാം വാർഷിക ദിനാചരണം നടന്നു. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും ഉണ്ടായിരുന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നും സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായി കരുതുന്നില്ലെന്നും കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. പ്രശ്നം പരിഹരിക്കപ്പെടണം, അത് സർക്കാരിന്റെ മൈലേജ് കൂട്ടുകയേ ഉള്ളൂ. കോടതിക്കപ്പുറം എങ്ങനെ പ്രശ്നം പരിഹരിക്കണമെന്ന് നോക്കണം. കോടതി ഇടപെട്ടതിനാൽ കോടതി വിധി തന്നെയാകും അന്തിമമെന്നും വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. എനിക്കങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ ആരും ഇത്രയും വലിയൊരു പ്രശ്നം പരിഹരിക്കപ്പെടാനല്ല ഓരോ ഗവൺമെൻറ്റും ആഗ്രഹിക്കുക. കാരണം അത് പരിഹരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് ഒരു മൈലേജ് കൂടെയല്ലേ. അപ്പോൾ മനഃപൂർവ്വം ഇത് മാറ്റിവെച്ച് അത് തടസ്സപ്പെടുത്തുകയാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ ഇതിനൊക്കെ ചിലപ്പോൾ സമയം, നിയമത്തിൻ്റെ വശങ്ങളൊക്കെ നോക്കുമ്പോൾ അതിന് സമയം വേണ്ട വരും. ആ സമയത്തിൻ്റെ ഉള്ളിൽ ഇത് നടക്കും. ഞാനെപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസക്കാരനാണ്. എല്ലാം നന്മയ്ക്ക് വേണ്ടി, എല്ലാം ഗുണത്തിന് വേണ്ടി നടക്കുന്നു എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ഔട്ട് ഓഫ് കോർട്ടിലേക്ക്, പക്ഷെ എന്നാലും ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് വന്നാലും കോർട്ട് ഇടപെട്ടത് കാരണം കോർട്ടിൻ്റെ വിധിയായിരിക്കും അന്തിമ വിധി. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ടി വരും. ജനകീയ സമരങ്ങൾ കേരളത്തിൽ തോറ്റ ചരിത്രമില്ലെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. തീരദേശ ഹൈവേ അലൈൻമെന്റിനെതിരെ 1 വർഷമായി എറിയാട് പേബസാറിൽ തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതി നടത്തിവരുന്ന സായാഹ്ന ധർണയുടെ 1ാം വാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് ഷിയാസ്. നിങ്ങൾ 100 കാരണങ്ങൾ അതിനെ സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത്, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായ റെസൊല്യൂഷൻ പാസാക്കി സർക്കാരിന് കൊടുത്തിട്ടില്ലേ? സർക്കാരിന് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ പ്രദേശത്ത് കൂടി ഈ അലൈൻമെന്റ് മാറ്റിയാൽ, അപ്പൊ നിങ്ങൾ അതിന് കാരണം പറഞ്ഞിട്ടുണ്ട്. മറ്റു പല പ്രദേശങ്ങളും അലൈൻമെന്റ് മാറ്റിയിട്ടുണ്ട് അല്ലേ? ഈ ജില്ലയിൽ തന്നെ നിലവിൽ സർക്കാർ കൊണ്ടുവന്ന അലൈൻമെന്റ് പല പ്രദേശങ്ങളിലും മസ്ജിദും അമ്പലവും അതുപോലെ തന്നെ ഖബർസ്ഥാനും ഒക്കെയുള്ള പ്രദേശങ്ങൾ, അത് റിക്വസ്റ്റ്, സർക്കാരിന് കൊടുത്ത റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ അലൈൻമെന്റ് മാറ്റം എന്നുള്ളത് അത് ഈ പറയുന്നത് പോലെ അത്രയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അലൈൻമെന്റ് മാറ്റം വേണമെങ്കിൽ സർക്കാരിന് നടത്താവുന്നതാണ്. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും ഉണ്ടായിരുന്നു. മലയാറ്റുമല കയറാൻ ഭക്തരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മനുഷ്യരാശിയുടെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് യേശു കുരിശുമരണം വരിച്ച ദിവസം കൂടിയാണ് ഇന്ന്. ക്രൈസ്തവർ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഈ ദിനം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന നടന്നു. ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ വ്യക്തമാക്കുന്ന കുരിശിൻ്റെ വഴിയും പരിഹാര പ്രദക്ഷിണവും നഗരി കാണിക്കലും നടന്നു. മനുഷ്യരാശിയുടെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് യേശു കുരിശുമരണം വരിച്ച ദിവസമാണ് ഇന്ന്. പ്രാർത്ഥനയുടെയും ഉപവാസത്തിലൂടെയും വിശുദ്ധിയോടെ വിശ്വാസികൾ ആചരിക്കുന്ന ഈ ദിവസം ക്രിസ്തുവിൻ്റെ കാൽവരി യാത്രയുടെയും പീഡാനുഭവത്തിൻ്റെയും ഓർമ്മ പുതുക്കലുമാണ്. ദുഃഖവെള്ളി ദിനാചരണത്തിൻ്റെ ഭാഗമായി സ്നേഹഗിരി, മേലടൂർ, തുമ്പരശ്ശേരി, കുരുവലശ്ശേരി, താണിശ്ശേരി എന്നീ പള്ളികളിൽ നിന്നുള്ള നിരവധി വിശ്വാസികൾ ഉൾപ്പെടെ കുരിശിൻ്റെ വഴി വലിയ പറമ്പ് ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നു. തുടർന്ന് നിശ്ചല ദൃശ്യങ്ങൾ അരങ്ങേറി. എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എല്ലാം പൂർത്തിയായിരിക്കുന്നു.
എന്നിട്ടും ഈ മനുഷ്യൻ നീതിവാനായിരുന്നു. ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൻ യേശുവിന്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടി കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിന് ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ദുഃഖവെള്ളിയാഴ്ച തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും ചാലക്കുടി തഹസിൽദാർ KA ജേക്കബും സംഘവും കനകമല കുരിശുമുടി കയറി മാർത്തോമസ്ലീഹയുടെ തിരുസന്നിധിയിലെത്തി. വിശ്വാസികൾക്ക് തീർത്ഥാടന കേന്ദ്രവും നാനാജാതി മതസ്ഥർക്ക് വിനോദസഞ്ചാര കേന്ദ്രവുമായ കനകമല മാറട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. തൃശൂർ ജില്ലയിലെ ഏക കുരിശുമുടി തീർത്ഥാടന കേന്ദ്രമായ കനകമല തീർത്ഥാടന കേന്ദ്രത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നും കുരിശുമല കയറി ഇറങ്ങിയപ്പോൾ നല്ല അനുഭവമാണ് ഉണ്ടായതെന്നും ഇടുക്കി ജില്ലക്കാരനായ കളക്ടർ പറഞ്ഞു. മനസ്സിനും ശരീരത്തിനും കണ്ണിനും ഒരുപോലെ ഊർജ്ജമേകുന്ന കനകമല കുരിശുമുടിയിലേക്ക് എല്ലാവരും കയറണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. എല്ലാ കൊല്ലവും ഇതുപോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ടെന്ന് കളക്ടർ പറഞ്ഞു. കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോയ് കളത്തിങ്ങൽ എന്നിവർ കളക്ടറെയും സംഘത്തെയും അനുഗമിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. കുരിശിന്റെ വഴിയിൽ നടന്നു തളർന്ന വിശ്വാസികൾക്ക് കുടിനീർ നൽകി നഗരസഭാ കൗൺസിലറും സഹപ്രവർത്തകരും. ദുഃഖവെള്ളിയാഴ്ചയിൽ കോട്ടപ്പുറം ഇടവകയിൽ നടന്ന പരിഹാര സ്ലീവ പാതയിൽ പങ്കെടുത്തവർക്കാണ് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബിന്റെ നേതൃത്വത്തിൽ 35-ാം വാർഡ് വികസന സമിതി കുടിവെള്ളം വിതരണം ചെയ്തത്. കടുത്ത ചൂടിൽ നടന്നു തളർന്നവർക്ക് കുടിവെള്ള വിതരണം ആശ്വാസമായി. EA നവാസ്, PS ബൈജു, EA നിഷാദ്, മനോജ് എന്നിവരും കുടിവെള്ള വിതരണത്തിൽ പങ്കാളികളായി. അഷ്ടമിച്ചിറ കണ്ണൻകാട്ടിൽ അന്നപൂർണേശ്വരി നവഗ്രഹ ക്ഷേത്രത്തിൽ ശ്രീലളിത സഹസ്രനാമ സമർപ്പണ ജപയജ്ഞം നടന്നു. ഭദ്രദീപം കൊളുത്തൽ, പഠിതാക്കൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം, വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ, പഠിതാക്കളുടെ അനുഭവം പങ്കുവയ്ക്കൽ, വിവിധ കലാപരിപാടികൾ എന്നിവയും ശ്രീലളിത സഹസ്രനാമ സമർപ്പണ ജപയജ്ഞത്തിന്റെ ഭാഗമായി നടന്നു. വടമ പാമ്പുമെക്കാട്ടുമാന ക്ഷേത്രത്തിൽ ഉത്സവാഘോഷം തുടരുകയാണ്. 5-ാം ദിവസം രാവിലെ ശീവേലി, വൈകിട്ട് കൊടിക്കൽപ്പറ, മേളം, ദീപാരാധന, പള്ളിവേട്ട എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. ഉത്സവം നാളെ ആറാട്ടോടെ സമാപിക്കും. SFI കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. SFI ഏരിയ പ്രസിഡന്റ് രഹന അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ TP പ്രഭേഷ് സംസാരിച്ചു. ഭാരവാഹി തെരഞ്ഞെടുപ്പും പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമെല്ലാം സമ്മേളനത്തിന്റെ ഭാഗമായ അജണ്ട മാത്രമാണ്. എന്താണ് നമ്മുടെ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട? നമ്മുടെ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞാനും നിങ്ങളും നടത്തുന്ന വളരെ സൂക്ഷ്മമായ പരിശോധനയാണ്. ആ സൂക്ഷ്മമായ പരിശോധന എങ്ങനെയാണ് നടത്തുന്നത്? ആ സൂക്ഷ്മമായ പരിശോധന നമ്മൾ നടത്തുന്നത് വളരെ കാര്യമാത്ര പ്രസക്തമായ വിമർശനങ്ങളിലൂടെയും സ്വയം വിമർശനങ്ങളിലൂടെയാണ് എന്നാണ് നമ്മുടെ സംഘടന പ്രത്യേകത. അപ്പൊ കഴിഞ്ഞ കാലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഏരിയ സമ്മേളനത്തിന് ശേഷം ഈ ഏരിയ സമ്മേളനം നിങ്ങൾ ചേരുന്നത് വരെയുള്ള സമ്മേളന കാലത്തിൽ നിങ്ങളെല്ലാവരും ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളെ നിങ്ങൾ വളരെ സൂക്ഷ്മമായി വിലയിരുത്താൻ പോവുകയാണ്. ഒരു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. ആ അവതരിപ്പിക്കപ്പെടുന്ന പ്രവർത്തന റിപ്പോർട്ടിന്മേൽ വളരെ സവിസ്തരമായ ചർച്ച നിങ്ങൾ നടത്തും.
സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയും രാംരംഗ് തിയേറ്റർ ഫോർ എഡ്യൂക്കേഷനും മുസരിസ് പൈതൃക പദ്ധതിയും സംയുക്തമായി കൊടുങ്ങല്ലൂരിൽ കുട്ടികൾക്കായി അവധിക്കാല സമ്മർ ക്യാമ്പ് ആരംഭിച്ചു. ഹാപ്പി ഡേയ്സ് 2025 എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്ന സമ്മർ ക്യാമ്പ് ഏപ്രിൽ 16 മുതൽ 25 വരെ കൊടുങ്ങല്ലൂർ മുസരിസ് വിസിറ്റേഴ്സ് അറൈവൽ സെന്ററിൽ വെച്ചാണ് നടക്കുന്നത്. തൃശൂർ ജില്ലാ ആസൂത്രണ സമിതിയുടെ ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനിൽ അധ്യക്ഷനായി. തിയേറ്റർ ക്യാമ്പുകളിൽ നിന്നും രൂപപ്പെടുന്ന നാടകങ്ങളുടെ അവതരണത്തിന് വേണ്ടി ജില്ലാതലത്തിൽ പ്രത്യേകമായി കുട്ടികളുടെ നാടകോത്സവം സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അറിയിച്ചു. AIYF കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി രാസലഹരിക്കെതിരെ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. AIYF തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷെബീർ ഉദ്ഘാടനം ചെയ്തു. AIYF കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് CS സംഗീത് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർമാനും VS ദിനിൽ, തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ജിതിൻ, കൗൺസിലർ രവി നെടുമുറി, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് റാഫി, ശ്രീരാജ് അർജുൻ, വിപിൻ, ആകാശ് എന്നിവർ നേതൃത്വം നൽകി. ടൂർണമെന്റിൽ യുവതാര ക്ലബ്ബ് വിന്നറായി. സ്വർണ്ണവില കുതിച്ചുയർന്നു. പവന് 200 രൂപ വർദ്ധിച്ച് 71,560 രൂപയായി. ഗ്രാമിന് 25 രൂപ കൂടി 8,945 രൂപയായി. കഴിഞ്ഞ ദിവസം 840 രൂപ പവന് കൂടിയിരുന്നു. ഈ മാസം 68,080 രൂപയിൽ വ്യാപാരം നടത്തിയ സ്വർണ്ണവിലയാണ് ഇന്ന് 71,560 രൂപയിലെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നും സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായി കരുതുന്നില്ലെന്നും കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. കോടതി ഇടപെട്ടതിനാൽ കോടതി വിധി തന്നെയാകും അന്തിമമെന്നും വർഗീസ് ചക്കാലക്കൽ. ജനകീയ സമരങ്ങൾ കേരളത്തിൽ തോറ്റ ചരിത്രമില്ലെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. എറിയാട് പേബസാറിൽ തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതി നടത്തിവരുന്ന സായാഹ്ന ധർണയുടെ 1ാം വാർഷിക ദിനാചരണം നടന്നു. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും ഉണ്ടായിരുന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.